ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക, പൊതുജന ആരോഗ്യം ശക്തിപ്പെടുത്തുക, ലഹരിക്കെതിരെ പൊതുസമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ആഗോള ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. തീർച്ചയായും സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു ക്യാൻസറാണ് ലഹരി ഉപയോഗമെന്ന് പറയാം. അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ലഹരി വിറ്റ് ജീവിക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കുകയും വേണം. മയക്കുമരുന്ന് എന്ന ലഹരി പോലെ തന്നെ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന പല കുടുംബങ്ങളെയും നശിപ്പിച്ച ഒന്നാണ് എളുപ്പമാർഗത്തിൽ പണം സമ്പാദിക്കുക എന്ന കാര്യം. അങ്ങനെയുള്ള പല തട്ടിപ്പുകളും നമ്മൾ കണ്ടതാണ്. ആട്, തേക്ക്, മാഞ്ചിയം മുതൽ ഹൈറിച്ച് വരെ. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിച്ച് മണി ചെയിൻ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ലക്ഷങ്ങൾ വരുമാനമെന്നൊക്കെ പോസ്റ്റർ അടിച്ചിരുന്ന ജിനിൽ ജോസഫ്, ഫിജീഷ് കുമാർ എന്നീ ലീഡർമാരൊക്കെ ഇപ്പോൾ പരക്കം പായുകയാണ്. കഴിഞ്ഞ ദിവസം ജിനിൽ ജോസഫ് ഏറെ പരിശീലനത്തിനായി ഒരു വീഡിയോ ഇട്ടിരുന്നു. വീട്ടിൽ നിന്നും മാറി നിൽക്കുകയാണെന്നൊക്കെ വളരെ വിഷമത്തോടെ അദ്ദേഹം പറയുന്നതും കണ്ടു. ഫിജീഷ് സാറിനെ കണ്ടത് ഏതോ സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു കസേരയിട്ട് മുൻനിരയിൽ ഇരിക്കുന്നതായിട്ടാണ്. കോടികൾ സമ്പാദിച്ച ഇവരൊക്കെ ഈ അവസ്ഥയിൽ എങ്ങനെ എത്തിയെന്ന് മനസ്സിലാകുന്നില്ല. ഹൈറിച്ച് പൂട്ടുന്ന സമയത്ത് ആകെ 2-3 FIR മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയുന്നത്. പിന്നീട് അത് വർദ്ധിച്ചു വന്ന് ഇപ്പോൾ ഏതാണ്ട് 70-ൽ കൂടുതലായിട്ടുണ്ട്. ഞങ്ങൾ 16 ലക്ഷം പേരുണ്ട്, അതുകൊണ്ട് ഈ 70 പേർ കേസ് കൊടുത്താൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. എന്നാൽ കോടതി തീർച്ചയായും പരാതി കൊടുത്തവരെ തന്നെയാണ് ആദ്യം പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ തട്ടിപ്പിന് ഇരയായ ഒരു സ്ത്രീ കോടതിയിലെത്തിയിരുന്നു. വളരെ നിർബന്ധിച്ച് ഒരുപാട് ലാഭം തരാമെന്ന് പറഞ്ഞാണ് ഈ സ്കീമിൽ ചേർത്തതെന്നും അവർ പറഞ്ഞിരുന്നു. അവർക്ക് പണം കൊടുത്തുകൂടെ എന്ന ചോദ്യത്തിന് ഹൈറിച്ചുകാർ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ട് പോലുമില്ല. എന്തായാലും പരാതി നൽകിയവരുടെ പണം തിരികെ നൽകാൻ നടപടികൾ അടുത്തു തന്നെ ഉണ്ടാകും. അതറിഞ്ഞിട്ടാകാം കൂടുതൽ പേർ ഇപ്പോൾ പരാതി നൽകുന്നുണ്ട്. ഇപ്പോഴും ഇവരുടെ പ്രതാപൻ സാർ ജയിലിൽ തന്നെ കിടക്കുകയാണ്. അദ്ദേഹത്തിനെ പുറത്തിറക്കുക എന്നത് ഇവർക്കൊരു വിഷയമേ അല്ല. അതിനു പകരം വിദേശ നിർമ്മിതമായ 2 കാറുകൾ വിട്ടുകിട്ടാനാണ് ഇപ്പോൾ കോടതിയെ ഇവർ സമീപിച്ചിരിക്കുന്നത്. ഗ്രീൻകോ തട്ടിപ്പിൽ പ്രതാപന് നേരെ ഏതാണ്ട് 15ഓളം കേസുകൾ ഉണ്ടായിരുന്നതിൽ 3 എണ്ണത്തിനാണ് ഇപ്പോൾ അകത്ത് കിടന്ന് ഉണ്ട തിന്നുന്നത്. ഈ ഹൈറിച്ച് തട്ടിപ്പിനെ പറ്റി ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ ഏതാണ്ട് 2 വർഷം മുന്നേ ഹൈറിച്ചിലെ ഒരു മെമ്പറുമായി സംസാരിച്ചിരുന്നു. ഈ ലീഡർമാരൊക്കെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയതും മറ്റുള്ളവർക്ക് ആഴ്ചതോറും പൂളിംഗം എന്ന രീതിയിൽ പണം കൊടുക്കുന്നതും അതൊക്കെ സൂപ്പർ മാർക്കറ്റുകൾ വഴി നേടുന്ന ലാഭം കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സവാളയും അരിയും ഒക്കെയാണ് പ്രധാനമായും ലാഭം കിട്ടുന്നത്. നമ്മൾ 20-25 രൂപയ്ക്ക് വിൽക്കുന്ന സവാള ഇവർ നോർത്ത് ഇന്ത്യയിൽ നിന്നും 50 ലോറിയൊക്കെയാണ് ഇറക്കുന്നത്. അപ്പോൾ അത് കിലോ 5 രൂപയ്ക്ക് ലഭിക്കും. അങ്ങനെ അത് വിറ്റ് കിട്ടുന്ന വലിയ ലാഭം 7-10 തട്ടിലായി നിൽക്കുന്ന മെമ്പർമാർ പങ്കുവെക്കും. അതാണ് പൂൾ ഇൻകം. അപ്പോൾ ഈ ലോറിക്ക് വാടക വേണ്ടേ, കയറ്റിലൊക്കെ കൂലി കൊടുക്കേണ്ടേ, ഇത് വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾക്ക് അവരുടെ ഷെയർ കൊടുക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹൈറിച്ച് മണി ചെയിൻ അല്ല എന്ന് പറഞ്ഞ് പുള്ളി സംസാരം നിർത്തി. അദ്ദേഹത്തെ പോലുള്ള വിഡ്ഢികൾ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിലും ജൈവിളികളും കൂട്ടത്തിൽ ഭീഷണികളും ഉയരുന്നത്. അല്പം കഴിഞ്ഞാൽ അതൊക്കെ രോദനമായി മാറുന്നതും നമ്മൾ തന്നെ കാണേണ്ടി വരും. ലഹരിക്കെതിരെ പോരാടുക എന്നതുപോലെ തന്നെയാണ് സാമ്പത്തിക കുറ്റങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതും. ഈ 2 കാര്യങ്ങളും, ലഹരിയും മണി ചെയിനും, നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന ഏർപ്പാടുകളാണ്.